നമുക്കിന്ന് ഈ ലൊക്കേഷൻ കാണാം. എന്ത് മനോഹരമായ ലൊക്കേഷനുണ്ടോ, റോഡുകളുണ്ടോ, ഈ പാർക്കുകളിൽ വരെ എന്ത് നല്ല രീതിയിലുള്ള റോഡുകളാണ്, എന്ത് ഗുണമേന്മയുള്ള റോഡുകളെന്നുണ്ടോ. നമ്മളെ നാട്ടിലും ഇത് വേണ്ടേ? നല്ല രീതിയിലുള്ള അഴിമതി രഹിതമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റോഡുകളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടോ, എന്ത് നല്ല ടൗൺഷിപ്പ്. ചെറിയൊരു ഇതാണ് ഇതിൽ ചെയ്തിരിക്കുന്ന സെറ്റപ്പാണ്. റോഡുകളെല്ലാം ഹൈ ലെവൽ റോഡുകളാണ്. സൈക്കിളിന് പോകാനും കണ്ടോ, നിങ്ങൾ കണ്ടോ, സൈക്കിളിൽ പോകാനും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ്. ഞാനത് ഇന്ന് പറയാൻ കാര്യം, നമ്മളെ നാട്ടിൽ നമ്മളാണ് ചെയ്ത് എന്നുള്ള, നമ്മുടെ ഗവൺമെൻറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വായ്ത്താളം അടിച്ചായിരുന്നു. ഇപ്പം ചെറിയൊരു മഴച്ചാറ്റ് വന്നതേ ഉള്ളൂ, റോഡുകളെല്ലാം പൊട്ടി പാളീസായി. ചിന്തിച്ചു നോക്കൂ, ഇപ്പം നമ്മളല്ല, ഇപ്പം കേന്ദ്രം. എങ്ങനെയുണ്ട്? അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് വലിയൊരു പണിയായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ സന്തുഷ്ടരാണോ? നിങ്ങൾ ഹാപ്പിയാണോ? സാധാരണക്കാരായ ഓരോ ജനങ്ങളോടും 18 വയസ്സ് പൂർത്തിയായ എല്ലാവരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾ തൃപ്തരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ അടുക്കിയായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കും. നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. ഇന്ന് കഴിഞ്ഞു പോയി. നമ്മൾ സമൂഹത്തിലുള്ള ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കും. എന്തെങ്കിലും പോട്ട്, നമ്മൾ പാവങ്ങളായ ജനങ്ങൾ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, അല്ലെ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു മൃഗത്തിനൊന്ന് ഒരാളെ കൊന്നിട്ട് പോവാം. 5 ലക്ഷം രൂപ ചെക്കും, പിന്നെ 5 ലക്ഷം രൂപ പിന്നെ വരാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചു. മനുഷ്യന് വിലയില്ല, ഒരു ഈച്ചയുടെ വില പോലും ഇല്ല മനുഷ്യൻ്റെ വിലയ്ക്ക്. നിങ്ങൾ ചിന്തിക്കുക, എത്ര പേരാണ് ആന ചവിട്ടിയും പുലി കടിച്ചുകൊണ്ടും പോകുന്ന ഒരു ഇത് നമ്മൾ കേട്ടോ? നമ്മളൊന്നും ഇതാക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്. അങ്ങേരെന്തിനാണ് ഇരിക്കുന്നതെന്നൊരു അറിയത്തില്ല. ഒരു കാട്ടിലെ മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യാനുള്ള ഒരു പ്രതിവിധി ചെയ്യുന്നില്ല. 9 വർഷമാകുമ്പോൾ ഉദ്യോഗസ്ഥർ മാത്രം മതിയോ? നമ്മളെ കേരളത്തിൽ ഉദ്യോഗസ്ഥർ മാത്രം മതിയോ ജീവിക്കാൻ? സാധാരണ ജനങ്ങൾ ജീവിക്കണ്ടേ? സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു എന്താണ് ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യണ്ടേ ഗവൺമെൻറ്? നമ്മളെല്ലാവരും നികുതി കൊടുക്കുന്നതല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ ജീവിക്കണ്ടേ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടെ തന്നെ ഞാൻ ചോദിക്കുന്നതാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. ഓരോ കാര്യങ്ങൾ ഇപ്പം അതങ്ങനെ, വനമന്ത്രി അങ്ങനെ, ആരോഗ്യമന്ത്രി എങ്ങനെയാണ്? എത്ര പേരാണ് ഈ മന്ത്രി ആയതിനു ശേഷം മരിച്ചത്? അസുഖമെന്നല്ല, അനാവശ്യമായിട്ട് മരുന്ന് കുത്തിവെച്ചും പിന്നെ വയറ്റിനകത്ത് കത്രി വെച്ചും. ഏതെങ്കിലും ആശുപത്രി നല്ല രീതിയിലുള്ള മരുന്നുണ്ടോ? ഇപ്പം മഴക്കാലം വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയായിട്ട് രോഗങ്ങൾ വരും. ആ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് മുൻപ് നമ്മൾ കാര്യങ്ങൾ മുൻകേ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യണ്ട, നമുക്കെല്ലാം അതനുസരിച്ച് പോവാം. ഇപ്പം മഴക്കാലം വെള്ളപ്പൊക്കം ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അതിന് മുമ്പ് ഓട ക്ലിയർ ചെയ്യുക, ആറുകൾ ക്ലിയർ ചെയ്യുക, വെള്ളം പോകുന്ന റൂട്ട് ക്ലിയർ ചെയ്ത് ഒരു വെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടി. ആരാണിത് അനുഭവിക്കുന്നത്? സാധാരണ ജനങ്ങളല്ലേ? ഏതെങ്കിലും മന്ത്രിമാരുടെ വീടുകൾ നനയത്തില്ല. നമ്മളാണ് കഷ്ടപ്പെടുന്നത്. നമ്മൾ നികുതി കൊടുത്ത് ഇതിനൊരു മാറ്റം വരണ്ടേ? ഇലക്ട്രിക് ബില്ല് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇത്രയും ജലസമ്പത്ത് നമുക്കുണ്ട്, പക്ഷേ നമ്മൾ ഇപ്പോഴും പവർ കട്ടാണ്. ചിന്തിച്ചു നോക്കും.
ഞാൻ ജീവിക്കുന്ന ഒരു നഗരത്തിൽ ഇവിടെ വെള്ളമില്ല. വെള്ളം അവർ ശുദ്ധീകരിച്ചുണ്ടാക്കുന്നതാണ്. കുടിക്കുന്നതിനും കാർഷിക ഉൽപ്പന്നത്തിനും എല്ലാം കടൽ വെള്ളം ശുദ്ധീകരിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ 24 മണിക്കൂർ കറണ്ടുണ്ട്. എങ്ങനെ? നമുക്ക് ഇത്രയും വെള്ളം കിടക്കുകയാണ്. നമുക്ക് കൂടുതലും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്, അല്ലേ? പവർ കട്ട്. ഒരു നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പോയി. നമുക്കതിനൊരു മാറ്റം വരണ്ടേ? നിങ്ങൾ ചിന്തിക്കുക. ഇതായിപ്പം 18 വയസ്സായപ്പം ചിലപ്പം 50-60 വയസ്സായവർ ചിലപ്പം പാർട്ടി മാറാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവർ തലയിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരിതുണ്ട്. ഇന്ന പാർട്ടിക്ക് ഞാൻ വോട്ടിടുകയുള്ളൂ, ഇന്ന പാർട്ടിക്ക് ഇതെടുത്തുള്ളൂ, ഇന്ന ഇത് ഇടുകയുള്ളൂ എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട്. സത്യം നിങ്ങളുടെ ഈ ചെറുപ്പക്കാരായ നിങ്ങളുടെ കയ്യിലാണ് ഇനി ഇരിക്കുന്നത്. എത്ര പേരെന്നറിയാമോ നമ്മുടെ നാട് വേണ്ടാതെ നമ്മൾ പോയിരിക്കുന്നത് വേറൊരു നാട്ടിലോട്ട്. ആളില്ലാതെ ഇവരെങ്ങനെ ഭരിക്കും? ആളില്ലാതെ ഇവന്മാരെങ്ങനെ ഭരിക്കും? ജനങ്ങളുടെ ജീവന് വിലയില്ലാതെ ഇവന്മാരെന്താ ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചു. 100 ദിവസമായി ആശാ വർക്കേഴ്സ് ഈ കൊറോണ കാലത്ത് അവരെന്തുമാത്രം പ്രയോജനപ്പെട്ടു. എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടോ? പക്ഷേ PSCയിലും അല്ലാതെയും 2.5 വർഷം പണി ചെയ്ത സെക്രട്ടറിക്കും ചിന്തിച്ചു. 2.5 വർഷം പണി ചെയ്തവന്മാർക്ക് ആജീവനാന്തം പെൻഷൻ. 24 മണിക്കൂറും പണി ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് 24 മണിക്കൂർ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പറയാം അത്രയും ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 1200 രൂപ അല്ലെങ്കിൽ 1500 രൂപ ശമ്പളം കിട്ടും, ഇല്ലേ? ഇവർക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നത്? നിങ്ങൾക്ക് 1500 രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു ദിവസം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ 250 വെച്ച് ജീവിക്കാൻ പറ്റുമോ? ഞാൻ ഇറച്ചിക്കട നടത്തിക്കൊണ്ടിരുന്ന നാട്ടിൽ, ഞാനല്ല പപ്പ, ഇവിടെ നമ്മൾ അതിന് സഹായം കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. 250 ഗ്രാം, 1/2 കിലോ ഒക്കെ ഇറച്ചി ചോദിച്ചു വരും. എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് വിൽക്കുന്ന നമ്മൾ കോഴി ചോദിച്ചു കൊടുത്തു. പക്ഷേ എനിക്കത് 250 ഗ്രാമിനൊക്കെ ഇറച്ചിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ് ആ മനുഷ്യരുടെ അവസ്ഥ. 250 ഗ്രാം എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? ചിന്തിച്ചു നോക്കും. അവർക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ പ്രതിനിധി തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് നല്ലൊരു ജീവിതവും നമുക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മുടെ കാര്യങ്ങൾ പറയുകയും നമ്മളെ കാര്യങ്ങൾ കേട്ട് അത് നിറവേറ്റുന്ന ഒരു പ്രതിനിധി ആയിരിക്കണ്ടേ? എന്തിനാണ് പാർട്ടി? ചിന്തിച്ചു നോക്കുക. എന്തിനാണ് പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും അല്ലാതെ സാധാരണ ജനങ്ങൾ വളരുന്നുണ്ടോ? നമ്മളൊരു പാർട്ടി അല്ല ഇലക്ഷൻ പ്രതിനിധി ജയിച്ച് പോകുമ്പം എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും, ഇവന്മാരുടെ അച്ഛൻ, അമ്മ, അവന്മാരുടെ മക്കൾ, ഭാര്യ, ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും വസ്തുവകകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എവിടെ? ഇലക്ഷൻ കമ്മീഷനിൽ. അത് സത്യമാണോ? അത് സത്യമല്ലാത്ത പക്ഷം അവൻ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ അവൻ എന്തുമാത്രം കട്ടുമുടിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും ചിന്തിക്കത്തില്ല. നമ്മൾ വന്ന് ആ വോട്ടിൻ്റെ വില പോലും അറിഞ്ഞുകൂടാതെ നമ്മൾ എന്നാൽ കുത്തി അവനങ്ങ് ജയിപ്പിച്ച് അവൻ എന്താണ് ചെയ്യണതെന്ന് പോലും അറിയാത്ത രീതിയിൽ മുന്നേറുകയാണ്. നമുക്കൊരു മാറ്റം വരണ്ടേ? നമ്മളിലൊരാൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും പൈസയ്ക്ക് ആർത്തിയില്ലാത്ത ഒരു മനുഷ്യനെ, ചക്രക്കുടം കണ്ടു കഴിഞ്ഞാൽ ഇല്ല, ആർത്തിയില്ലാത്തവരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുക, യുവാക്കളായ നമ്മൾ തിരഞ്ഞെടുക്കുക. ഈ വയസ്സന്മാരായവന്മാർ, ബുദ്ധിയും പൗരവും ഇല്ലാത്തവന്മാർ, ഈ പഴയ തന്ത വൈബും കൊണ്ട് നടക്കുന്നവന്മാർ കാര്യമുണ്ടോ? നമുക്ക് വേണോ? മാറ്റം വേണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. നമ്മളെ നാട്ടിൽ, നമ്മളെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റിയിലായാലും നമ്മൾ
ഇനി തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ചുറ്റുപാടും പൈസയ്ക്ക് ആർത്തി നിങ്ങൾ തിരഞ്ഞെടുക്ക്, നിങ്ങൾ വ്യക്തികളെ തിരഞ്ഞെടുക്ക്. എന്തെല്ലാം വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ ചുറ്റുപാടിൽ ഏത് നല്ല മനുഷ്യനുണ്ടെന്ന്. അവർ നിങ്ങൾ തിരഞ്ഞെടുക്ക്, പൈസയ്ക്ക് ആർത്തിയില്ലാത്തവനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ നിർത്ത്. ചിന്തിച്ചു നോക്ക്. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ടൂറിസം ഡെവലപ്പ് ചെയ്യും. നമ്മളെ നാടിന് എന്തുമാത്രം സമ്പത്തുണ്ടെന്നറിയാമോ? എന്തുമാത്രം നമ്മളെ കേരളം എന്തുമാത്രം വേറെ രീതിയിൽ പോകാനുള്ള സമ്പത്ത് നമ്മളെ കേരളത്തിലുണ്ട്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള ദീർഘവീക്ഷണം ഇല്ലാത്ത മണ്ടന്മാരാണ് നമ്മൾ കേരളം ഭരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്ക്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇവന്മാർ ഭരിക്കുന്നത്. ഇവന്മാർ ഒരാൾ കയറിക്കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഞാൻ ഉദ്യോഗവർഗം ഇവന്മാർ മാത്രം മതിയെന്ന് ചോദിക്കാൻ കാര്യം ചിന്തിച്ചു നോക്ക്. ഇവന്മാർ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ ഇവന്മാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവന്മാർക്ക് ആഹാരം എല്ലാം കൊടുത്തിട്ട് ഇവന്മാർ പരിപോഷിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളവരും പരിപാലിക്കണ്ടേ? വേണ്ടയോ? ചെയ്യത്തില്ല. ഇവന്മാരിൽ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നടക്കുന്നതിൽ നമ്മൾ എന്തെല്ലാം അനീതി നമ്മൾ കണ്ട്, എന്തെല്ലാം അനീതി കണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ് ഇപ്പം കേസിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും സമ്പത്ത് കയറുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര മാത്രം ശമ്പളമേ ഉള്ളൂ. ഇവർക്ക് എങ്ങനെയാണ് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം വളരുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പാർട്ടിക്കാർക്ക് എന്തുമാത്രം ഇത്ര ആസ്തി കയറുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ സത്യം കഴുതുകളായിട്ട് മണ്ടന്മാരായിട്ട് ഇവിടെ കുത്തും അവിടെ കുത്തും. നമുക്ക് പറഞ്ഞ നമ്മളെ കാര്യങ്ങൾ കേട്ട് നമുക്ക് നടത്തി തരുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞു വിടുക. എന്തെല്ലാം കഴിവുള്ള ആൾക്കാരുണ്ട്, എന്തുമാത്രം കഴിവുള്ളവർ. നമ്മൾ പ്രശാന്ത് ബ്രോ കളക്ടർ ചിന്തിച്ചു നോക്ക്. ഇത്രയും വിദ്യാഭ്യാസമുള്ള നല്ലൊരു മനുഷ്യൻ, അങ്ങേരുടെ പേരിനെ കളങ്കം തട്ടി അങ്ങനെ നല്ലൊരു മനുഷ്യനെ ഇല്ലാതാക്കി മാറ്റിക്കളഞ്ഞു. ചിന്തിച്ചു നോക്ക്. കഴിവുള്ളവരുണ്ട്, പക്ഷേ താളത്തിനൊത്ത് തുള്ളാത്തവന്മാരെ അവരങ്ങ് മാറ്റും. കാര്യം അവരെ കള്ളക്കളി നടക്കണ്ടേ? നല്ലവനായിരുന്നുവെങ്കിൽ, നല്ലൊരു ഇപ്പം എന്താ പറയുക വീക്ഷണമുള്ളവനായിരുന്നെങ്കിൽ അങ്ങനെ നിർത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകും. കഴിവുള്ളവരെ പിടിച്ച് നിർത്തി മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ തീരുമാനങ്ങൾ മാറ്റുക. നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനം ആലോചിച്ചെടുക്കുക. അങ്ങനെയുള്ള വരുമ്പോൾ നമുക്ക് നമ്മളെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. നമുക്ക് നല്ല രീതിയിലുള്ള ചിന്തിച്ച് നോക്കും. നമുക്ക് എന്താ പറയുക നല്ല രീതിയിലുള്ള റോഡ് ഇപ്പം ചിന്തിച്ച് നോക്ക്. ഒരു മഴയത്ത് വെള്ളപ്പൊക്കം തുടങ്ങിയാണ്, ചെറിയൊരു മഴ വന്നതേ ഉള്ളൂ, വെള്ളപ്പൊക്കത്തിൻ്റെ ലാഞ്ചന അടിച്ചു തുടങ്ങി. ചിന്തിച്ചു നോക്ക്. സാധാരണ ജനങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല നല്ല രീതിയിൽ. 5 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ് 4 ലക്ഷത്തി പേർക്ക് വീട് വെച്ച് കൊടുത്തെന്ന്. കോൺഗ്രസ് ഭരിച്ച് തീർന്നപ്പോഴേ അവർ പറഞ്ഞു തുടങ്ങിയാണ്. ആ ഘട്ടം ഇപ്പോഴും നിൽക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാട് നിങ്ങൾ നോക്ക്. എന്താണ് നിങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് കിട്ടിയ നല്ലത്? നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ 9 വർഷം കൊണ്ട് എന്താണ് നേടിയത് എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക. ഇനിയെങ്കിലും നമ്മൾ മാറിയേ പറ്റത്തുള്ളൂ. ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാലേ നമുക്ക് നല്ലത് നേടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നമ്മൾ പാർട്ടിക്കാർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. നല്ലത് നടക്കട്ടെ. നിങ്ങൾ തൃപ്തരാണ്, നിങ്ങൾ സന്തുഷ്ടരാണ് എന്ന് മാത്രം ഉണ്ടെങ്കിൽ പൈസ കൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. 5 പൈസ പോലും കൊണ്ടുപോകത്തില്ല. 5 പൈസ പോലും.
എന്തുമാത്രം കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന മൈക്കിൾ ജാക്സനാണ് മരിച്ചത് 55 വയസ്സിൽ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അമ്മ കണ്ടില്ലേ, എന്തുമാത്രം സ്വർണ്ണ ചെരുപ്പ് വരെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കൊണ്ടുപോയാൽ ഒന്നും കൊണ്ടുപോയില്ല. പണം കൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല, സമാധാനം ഒന്നും കൊണ്ട് നേടാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ നല്ലൊരു നമ്മുടെ ഭാവി തലമുറ നിലനിർത്തണമെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ. ഇങ്ങനെ ഈ രാജ്യത്തിനെയും സംസ്ഥാനത്തിനെയും മക്കളെയും കട്ടുമുടിച്ചവന്മാരുണ്ടാക്കണം. ഇവർ കൊണ്ടുപോകുമോ? ഇവർക്ക് എന്തോന്ന് കിട്ടും? സാധാരണ ജനങ്ങൾക്ക് ഇത് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കും, ഇല്ലേ? നിങ്ങൾ ചുറ്റുപാട് നോക്കി നോക്ക്. എത്ര പേര് ആഹാരമില്ല, നല്ല രുചിച്ച ചിക്കനോ എന്തെങ്കിലും കഴിക്കാതെ. സത്യം ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ കണ്ടതുകൊണ്ട് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ കണ്ടവരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിക്കൻ്റെ കാല്, ചിക്കൻ്റെ കോഴി തൊലി എടുത്തുകൊണ്ട് പോയി കഴിച്ച്. സത്യം ഞാനെടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എനിക്കത് വേദന തോന്നിയിട്ടുണ്ട്. അതിനൊരു മാറ്റം വരണം. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പെരിച്ചാഴി എടുത്തുകൊണ്ട് പോയിട്ട് വലിയ എലി, ചുണ്ടലിയല്ല പെരിച്ചാഴി എടുത്തുകൊണ്ട് പോയി ചുട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പണ്ടുള്ള കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഇത്രയും 2025 നമ്മൾ അങ്ങനെ ഒരു ആഹാരത്തിന് നമ്മൾ ഇത്രയും ഇങ്ങനെ ജീവിക്കുന്നവനോട് ചിന്തിച്ചു നോക്ക്. നല്ലതാണോ? പൈസ കൊണ്ടൊന്നും നേടത്തില്ല. സന്തോഷ സമാധാനമാണെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റും. നമ്മൾ നാടിന് നല്ല രീതിയിൽ വളർച്ച വേണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന്, ജാതി മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ ചിന്തിച്ചു. ഇപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വരെയാണ്, വെള്ളപ്പൊക്കം വരെയാണ്, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയം എന്തെങ്കിലും നോക്കുമോ? വെള്ളം കൊണ്ടങ്ങ് അടിച്ചുകൊണ്ടങ്ങ് പോകും, ഇല്ലേ? കൊറോണ വന്നു, എന്തെങ്കിലും നോക്കിയോ? അവിടെ ഒരു ദൈവത്തിനെയും ഞാൻ കണ്ടില്ല, ഒരു മതത്തിനെയും കണ്ടില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ഇത് കഴിച്ച് അതേപോലെ ആയിരിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ ആണെങ്കിൽ എന്ത് സന്തോഷം ചിന്തിച്ചു നോക്കും. അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് നല്ലൊരാളെ തിരഞ്ഞെടുത്ത്, ഇലക്ഷൻ വരാൻ പോവുകയാണ്, നമ്മളിപ്പോഴേ കരുതിക്കൂട്ടി നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമായിരിക്കണം. നല്ലൊരു ആൾ വരണം. നിങ്ങൾ തൃപ്തരാണെങ്കിൽ എൻ്റെ തൊണ്ട ഉണങ്ങുന്നുണ്ട്. ഓക്കെ എന്നാൽ, ബൈ ബൈ.